ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം മുറുകുമ്പോൾ ചൈന എന്തു പറയും? എങ്ങനെയാണ് ചൈന രംഗത്ത് വരിക? റഷ്യയുടെ നിലപാടെന്ത്? ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തെല്ലാം? ഷാങ്ഹായ് ഉച്ചകോടി ഒരിക്കൽ കൂടി നടക്കുന്നു. ഓഗസ്റ്റ് മാസം 31, സെപ്റ്റംബർ മാസം 1-ാം തീയതിയിൽ ചൈനയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നു. അത് വാർത്തയാണ്. കാരണം 2020 ഗൽവാനിൽ ചൈന ഇന്ത്യ സംഘർഷം നടന്നതിന് ശേഷം ചൈനയും ഇന്ത്യയും തമ്മിൽ അത്ര സുഖകരമായ ഒരു ബന്ധമല്ല. ഇറ്റ് ഹസ് ബീൻ എ റോളർ കോസ്റ്റർ റൈഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ബന്ധങ്ങളുടെ കാര്യത്തിൽ 2022 വലിയ സംഘർഷമുണ്ടായി. 2024 ഒക്ടോബറിൽ അതിർത്തി സംബന്ധമായ കാര്യങ്ങളിൽ ചില തീർച്ചമൂർച്ചകൾ, ധാരണകൾ വരുത്തി. എന്നാൽ വളരെ വൈകി 2025 മധ്യത്തോടെ ദലൈലാമയുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സജീവമായി. ദലൈലാമയുടെ പിൻഗാമിയെ നിശ്ചയിക്കുന്നത് ആര്? അതുകൊണ്ട് ചൈന എക്കാലത്തും അലോസരപ്പെടുത്തിയ ഏറ്റവും വലിയ വിഷയമായ ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്ത വിഷയം ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യയെ മാറി ചിന്തിപ്പിക്കുമോ? ഷാങ്ഹായ് കോപ്പറേഷൻ കൗൺസിൽ, അത് ബ്രിക്സ് രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ്. ഡോളർ അധിഷ്ഠിത ലോക ക്രമത്തിന്റെ മുഷ്ക്, അതിനെതിരെ ബദലുകൾ തേടിയുള്ള യാത്രയിൽ ചൈനയ്ക്കും ഇന്ത്യക്കും റഷ്യക്കും മറ്റു ചില നിർണായക രാജ്യങ്ങൾക്കും യോജിച്ചു വരാവുന്ന മേഖലയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ കൗൺസിൽ. ആ യോഗത്തിൽ മോദി പങ്കെടുക്കുന്നു, ഷീ ജിൻപിങ് പങ്കെടുക്കുന്നു. മോദി ഷീ ജിൻപിങ് ഉച്ചകോടി നടക്കും. ചൈന സന്ദർശനം അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടേതുണ്ടായത് 2019 ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഇതാ സംഭവിക്കുന്നു. അവിടെ വ്ളാഡിമിർ പുടിൻ എന്ന റഷ്യൻ പ്രസിഡന്റ് എത്തുമോ? ഇതാണ് ചോദ്യം. എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. പ്രത്യേകിച്ച് മാറി വരുന്ന സാഹചര്യത്തിൽ ഈ മാസം അവസാനത്തിന് മുൻപ്, ഓഗസ്റ്റ് മാസം അവസാനത്തിന് മുൻപിൽ അമേരിക്കയുമായി ഉഭയകക്ഷി വ്യാപാര കരാർ ഫലപ്രദമായി ഒപ്പിടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ there are multiple options before India. ചൈനയുമായി അമേരിക്ക ഏതാണ്ട് ധാരണയിലെത്തിയെന്ന് തോന്നാമെങ്കിലും നാളെ ആ ധാരണകൾ മാറി മറിഞ്ഞുകൂടായികയില്ല. ആത്യന്തികമായി അമേരിക്ക ശത്രുവായി കാണുന്നത് ചൈനയെ തന്നെയാണ്. അതിനുള്ളൊരു മറയായി, അതിനെ ബാലൻസ് ചെയ്യാനുള്ള മറയായി ഇന്ത്യയെ കണ്ടതിലെ അബദ്ധമാണ് ഇപ്പോൾ ഈ ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഷാങ്ഹായ് കോപ്പറേഷൻ കൗൺസിലിന്റെ അടുത്ത സമ്മേളനം കാതലായ വിഷയങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഊർജ സഹകരണം, ആഗോള ഭീകരതയ്ക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം, വ്യാപാരം, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു സംഘടനയിലുള്ളത്. വലിയ ഗൗരവമൊന്നും ഇന്ത്യ അതിന് കൊടുത്തിട്ടില്ലായിരുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ ഡോളറിനെതിരെ, അമേരിക്കൻ ഡോളറിനെതിരെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു പുതിയ കറൻസി കൊണ്ടുവരുന്നു എന്ന ഒരു ചിന്ത പല രാജ്യങ്ങൾക്കുമുണ്ട്. അതൊരു വെറും ഹൈപ്പോത്തറ്റിക്കൽ ഒരു ചിന്തയല്ല, മറിച്ച് ഒരു പ്രായോഗിക ചിന്തയാണ്. എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഗ്രീൻ ബാക്ക് ഡോളർ, അമേരിക്കൻ ഡോളറിന് ബദലായി ഒരു ആഗോള കറൻസി, പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസി രൂപപ്പെടുത്തിയെടുക്കാൻ എളുപ്പമല്ല. അതറിയാം. യൂറോ ഉണ്ട്, യെൻ ഉണ്ട്, ജാപ്പനീസ് യെൻ ഉണ്ട്, ചൈനീസ് യുവാൻ ഉണ്ട്. ഇതൊക്കെ ശക്തമായ ആഗോള രീതിയിൽ തന്നെ പ്രസക്തിയുള്ള കറൻസികളാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് അഭിമാനിക്കാം. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ നിലവിൽ വളരെ വലിയ സഹകരണവും വ്യാപാരവും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 ഒറിജിനൽ രാജ്യങ്ങൾ: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ രാജ്യങ്ങൾ തമ്മിൽ തന്നെയുള്ള നിലവിലെ വ്യാപാരം, ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് 27.8% വരും. കൂടുതൽ രാജ്യങ്ങൾ, 5ഓളം പുതിയ രാജ്യങ്ങൾ ചേരുകയാണ്. അതുകൂടെ ചേരുമ്പോൾ ലോക വ്യാപാരത്തിന്റെ 50%-ഓളം ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പേടിക്കാൻ വകയുണ്ട്. അതിനർത്ഥം എന്താ? G7 എന്ന അമേരിക്കൻ നിയന്ത്രിത ഒരു ക്രമം, അതായത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അമേരിക്കയും എല്ലാം ചേർന്ന 7 പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ യോജിച്ചു നിൽക്കുന്ന ഒരു മേഖലയാണ് ഗ്രൂപ്പ് ഓഫ് 7, G7. അതിന്റെ ഇപ്പോഴത്തെ ഒരു തോത് നോക്കിയാൽ ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് 28.1% മാത്രം. പെട്ടെന്ന് തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രിക്സ് വ്യാപാരം G7 മൊത്തം ക്വാണ്ടം ട്രേഡിനേക്കാൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. ഇൻ ദ ഇയേഴ്സ് ടു കം ബ്രിക്സിന്റെ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ ഭാരതം തന്നെ 6.5% ഭാരതത്തിന്റെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ്.
ചൈനയ്ക്കും സമാനമായ ഗ്രോത്ത് ഫോർകാസ്റ്റ് ആണുള്ളത്. അമേരിക്കയുടെ കേവലം 3% താഴെയാണെന്ന് ഓർക്കണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം തന്നെ 2-3% വരൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഭാവി വളർച്ചാ സാധ്യത ബ്രിക്സിന് തന്നെയാണ്. ഒരു പുതിയ കറൻസി കൂടെ വന്നാൽ നിലവിലെ ഒരു സംവിധാനം, ഒരു ഹോച്ച് പോച്ച് അറേഞ്ച്മെന്റ് ആണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ. ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അതിനുള്ള വില അമേരിക്കൻ ഡോളറിൽ കൊടുക്കേണ്ടതില്ല, ഇന്ത്യൻ റുപ്പിയിൽ കൊടുക്കാവുന്നതാണ്. റഷ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങളുടെ വില റൂബിളിൽ നൽകാവുന്നതാണ്. ഇതെല്ലാം തന്നെ വലിയ മുതൽക്കൂട്ടാണ്. ഭാരതത്തിന്റെ വിദേശകാര്യ കരുതൽ ശേഖരം ഒലിച്ചു പോകാതിരിക്കാൻ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഡോളറിനോടുള്ള ഡിപ്പെൻഡൻസി, അമേരിക്കൻ ഡോളറിനോടുള്ള ആശ്രയത്വം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാൻ ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഇന്ത്യ മാത്രമല്ല അത് മറ്റ് രാജ്യങ്ങളും ശ്രമിക്കുന്നു. അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നു. രാഷ്ട്രീയമായ വ്യതിയാനങ്ങൾ, വൈജാത്യങ്ങൾ, പടലപിണക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അതിർത്തി ശാന്തമായി നിലനിർത്തിക്കൊണ്ട് പൂർണ്ണമായി അന്ധമായി ചൈനയെ വിശ്വസിക്കാതെ തന്നെ, നമ്മൾ അമേരിക്ക അന്ധമായി വിശ്വസിച്ചില്ലല്ലോ, വിശ്വസിച്ചു എന്ന തോന്നൽ ജനിച്ചു. പക്ഷേ കാര്യം വന്നപ്പോൾ കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു. അതുപോലെ ചൈനയുമായുള്ള ബന്ധത്തിലും ഒരു വ്യാപാര ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, ചരിത്രപരമായ മണ്ടത്തരങ്ങൾ, ചരിത്രപരമായ പുഴുക്കുത്തുകൾ, ഇതെല്ലാം തന്നെ മനസ്സിന്റെ കോണിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പ്രായോഗികമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ടാണ് ലോക വ്യവസ്ഥ മറിഞ്ഞേ തീരൂ. എപ്പോഴെല്ലാം ലോക വ്യവസ്ഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഓരോ പാരഡൈം ഷിഫ്റ്റ് സമയത്തും ഭാരതം മെച്ചമുണ്ടാക്കി. നോക്കൂ, 1990-കൾ അവിടെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതും 15 റിപ്പബ്ലിക്കുകളായി വിഘടിച്ചു പോകുന്നതും. അതുമുതൽ ഏകധ്രുവ സംവിധാനമാണ്. അപ്പൊ റഷ്യയോട് വലിയ ആശ്രത്വം ഉണ്ടായിരുന്നു ഭാരതത്തിന്, വലിയ നേട്ടമായിരുന്നു റഷ്യയുമായിട്ടുള്ള ബന്ധം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ ഹാസ് ലേൺ ടു ഡു ബിസിനസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇന്ത്യ ഓപ്പൺഡ് അപ്പ് ഇറ്റ്സ് ഇക്കോണമി. 1991-ലെ ന്യൂ ഇക്കണോമിക് പോളിസി, LPG പാക്കേജ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പാക്കേജ്, അതിന്റെ മെച്ചം ഉടനടിയൊന്നും ഉണ്ടായില്ല. വർഷങ്ങളോളം എടുത്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. ഇന്ത്യ ഇസ് എൻ ഇക്കണോമിക് ഫോഴ്സ് ടു റെക്കൺ വിത്ത്. ലാർജസ്റ്റ് ജനസംഖ്യയുള്ള രാജ്യം, ശക്തമായ ഇക്കോണമി, 4ാമത്തെ സ്ഥാനം സൈന്യത്തിന്, ഒരു ആഗോള ശക്തിയാണ് സ്പേസ് റിസർച്ചിന്റെ കാര്യത്തിൽ, ബഹിരാകാശ രംഗത്തെ വൻ ശക്തി. ഈ നിലയിൽ ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞത് സമഗ്രമായ ലോക വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചതുകൊണ്ടാണ്. മറ്റൊരു മാറ്റം സംഭവിച്ചത് 2008-2009-ലാണ്. അതാണ് ലോക സാമ്പത്തിക മാന്ദ്യം. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ലോക വിപണികൾ തകർന്നടിച്ചപ്പോഴും ഭാരതം സർവൈവ് ചെയ്തു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു ബലമാണ് അവിടെ കാണുന്നത്. ഇപ്പോഴിതാ അതിനുശേഷം വരുന്ന ഏറ്റവും നിർണായകമായ മാറ്റമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവരുന്ന പുതിയ വ്യാപാര ക്രമം. റീഅലൈൻമെന്റ് ടു ദി സോഷ്യോ കൾച്ചറൽ ആസ് വെൽ ആസ് പൊളിറ്റിക്കോ ഇക്കണോമിക് ഫോഴ്സസ് സംഭവിക്കുന്നു ലോകത്ത്. അവിടെയാണ് ബദലുകൾ തേടി ലോകമലയുമ്പോൾ അമേരിക്ക വിരുദ്ധ ഒരു അച്ചുതണ്ട് ലോകത്ത് രൂപപ്പെടുന്നു. അതിൽ നിർണായക പങ്കാളികളാണ് റഷ്യയും, ചൈനയും, ഇന്ത്യയും, ഇറാനുമെല്ലാം. ഇറാനെയൊക്കെ മറ്റു കാരണങ്ങളാൽ, സിവിലൈസേഷൻ കാരണങ്ങളാൽ പലർക്കും വിയോജിപ്പുണ്ടാകാം. പക്ഷെ ഇത് മറ്റൊരു തലമാണ്. കൂട്ടിക്കുഴയ്ക്കാതെ ഇരുന്നാൽ ക്ലാരിറ്റിയോടുകൂടി ഇക്കണോമിക് വാർഫെയർ ആണ് ഇവിടെ നടക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ വാർഫെയർ അല്ല എന്ന് ഓർക്കണം. അവിടെ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന ബോധ്യം ഭാരതത്തിനുമുണ്ട്. അതുകൊണ്ട് ട്രംപ് കഴിഞ്ഞാൽ മറ്റൊരാൾ വരും. ഒരുപക്ഷെ ട്രംപ് അല്ല ഇവിടെ വിഷയം. ആത്യന്തികമായി അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് എന്ന് പറയുന്നത് കച്ചവടത്തിൽ അധിഷ്ഠിതമാണ്. റഷ്യയുടേത് അങ്ങനെ ആയിരുന്നില്ല ചരിത്രപരമായി. അതുകൊണ്ട് എ നോൺ എനിമി, അമേരിക്ക ഇസ് എ വെൽ നോൺ എനിമി ചരിത്രപരമായി. നമ്മൾ തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. 7ാം കപ്പൽപ്പട 1971-ൽ ഇന്ത്യ കീഴടക്കാനായി ബേ ഓഫ് ബംഗാളിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി പോയി പണി നോക്കാൻ പറഞ്ഞു വിട്ടതാണ്, ഓർക്കൂ. അപ്പൊ അത് വെർബൽ ഒരു ഡ്യുവലായിട്ട് മാറി. ഇപ്പോൾ വെർബൽ ഡ്യുവൽ അല്ല നടക്കുന്നത്, കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭാരതം. അങ്ങനെ അമേരിക്കയുടെ മുഷ്കിലുള്ള മറുപടി ചൈന ബന്ധം, റഷ്യ ബന്ധം, ബ്രിക്സിനെ ഊർജിതമാക്കിയെടുക്കുക, ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിലിൽ നിർണായക സ്വാധീനമായി മാറുക. അങ്ങനെ പുതിയ സഹകരണത്തിന്റെ പന്ഥാവുകൾ തുറക്കാൻ ഇന്ത്യ കഴിയട്ടെ. ട്രംപിന്റെ ജൽപ്പനങ്ങൾ, പുതിയ സാധ്യതയുടെ വാതായനങ്ങൾ മലർക്കൊണ്ടിരട്ടെ എന്ന് ആഗ്രഹിക്കാം, ആശംസിക്കാം. നല്ലത് സംഭവിക്കട്ടെ ഭാരതത്തിന്.